ഉള്ളി. നാടൻ കോഴി പരിപാടി കേട്ടോ. നാടൻ കോഴി നമ്മൾ എന്തായിക്കണ്? ഉള്ളിക്കോയോ? ഉള്ളിക്കോയി അല്ലേ? മരുന്നാ അതാ അപ്പം വന്നേ. നാടൻ കോഴി എന്താണ്? നാടൻ കോഴി എന്ത് വിഭാഗം മോനെ ദിനേശ എന്ന് പറഞ്ഞ? ഉള്ളിക്കോയോ? ചെറുള്ളി അല്ലേ? കുഞ്ഞുള്ളി. അപ്പൊ കുഞ്ഞുള്ളി ഇതട്ടോ അടുപ്പ് കൂട്ടണ ആള് മെയിൻ കുക്കാണോ. നമ്മള് ബാംഗ്ലൂരത്തെ ആശാനില്ല കേട്ടോ. അവന് എന്തോ ജോലി തിരക്കായിട്ട് വരാൻ പറ്റിയില്ല. പണ്ടത്തെ ആൾക്കാരെ ഇപ്പൊ ഒരു പുതിയൊരു ഐഡിയ ഉണ്ട് നിങ്ങൾ തോൽച്ച് അയ്യോണ്ട് ആട്ടേണ്ടല്ല. അപ്പൊ എന്താ ഞാൻ ആരും വരാണ്ട് സേട്ട് രണ്ട് കത്തിരിച്ചു ഒറ്റ കത്തിരിക്കും. അപ്പൊ വീണ്ടും ഞങ്ങളിതാ പുഴയോരത്ത് ഉള്ളിക്കോയി അല്ലേ? 10 ഉള്ളിക്കോയി. അറുവേരനാട്ടോ. അറുവേരൻ അബുവാണ്. നമ്മളെ പിലാത്തി എത്തിക്കൊണ്ടോ. എന്താ പിലാത്തിയായി? മുട്ടിക്കുടിയനാ ഇത് 3000 അടി. എൻ്റെ കയ്യിലുള്ളതോ? അത് മുട്ടിക്കുടിയാണ്. ഉള്ളി തൊലിച്ച് തന്നെയാണ്. ഒരു പണിയില്ലല്ലേ, ഞാൻ മുട്ടിക്കുടിയാൻ തിന്നെടുക്കല്ലോ. എന്താ പൊളിയാ? അപ്പൊ അതിന്റെ തോല് കളയാണ്. ഞാൻ തോല് കളയല്ലേ? തോല് കളയുള്ള അതെ. എന്നാ ഇതുകൊണ്ട് പിടിച്ചേ. ആ വരുന്ന വറക് അത് അതിൽ വല്ല വെച്ചോ. ആ മാങ്ങി വെച്ചിട്ട് വറക് അതിൽ വെച്ചോ. വറകില്ലാറുണ്ടോ? പോയി അങ്ങനെ ഇതാക്കണ്ട തോലുകളെ അവസ്ഥ. മക്കളേതാ കോഴി നമ്മള് തോല് കളയാൻ വേണ്ടിട്ട് പുഴുങ്ങിയിരിക്കണം. പുഴയോരത്ത് എന്നാ ചിക്കൻ വെട്ടുകയാണ്. അങ്ങനൊക്കെ തന്നെ കിട്ടും. അതിഞ്ഞ് നുറുക്കിയതിനു ശേഷം കഴുകുമ്പോൾ പോവടാ. അത് വേണേ കിട്ടും. അതല്ല, അത് നുറുക്കിയതിനു ശേഷം ഗാന്ധിയെ നുറുക്കിയതിനു ശേഷം കഴുകുമ്പോ പോവും. അതൊന്നും കളയണ്ടടാ, അത് ഉള്ള ടൈമ് നിന്നോട്ടെ. അടാ നുറുക്കിയതിനു ശേഷം കഴുകുമ്പോ പോവേ.
അത് വെള്ളത്തിൽ മുക്കിയാണ് പൊന്തുക തൂവല്. ആ ഈ ചെമ്പട്ടിക്ക് ഇട്ടാൽ മതി നുറുക്കിയതിന് ശേഷം. അപ്പൊ ആ തൂവല് പൊന്തും. അത് നുറുക്കുക സാധനം. എന്തായാലും കൊത്തണ്ടേ വരും. ആ മടാളോ നമ്മത് കയ്പ് പൊട്ടാതെ ഈ കത്തിമ്മ എങ്ങനെ കയ്പ് വരിക? ഈ നാടൻ കോഴി വൃത്തിയാക്കുമ്പോ അതിനൊരു കയ്പ് തന്നെ സാധനം ഉണ്ട്. അത് ഗാന്ധി പൊട്ടിച്ചു ഈ കത്തിമ്മൊക്കെ പച്ച കളറ് നല്ല കഴിക്കും. അതിൻ്റെ ഇത് ഇറച്ചി ഞങ്ങൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് പരിപാടി തുടങ്ങുകയാണ്. എന്താണ് അതിൻ്റെ ഇത്? നാടൻ കോഴി, ഉള്ളിക്കോഴി കേട്ടോ. എന്താണ് ഉള്ളിക്കോഴി? അതാണ് കുക്ക്. കേവി തന്നെയാണ്. ബനാ കുക്ക് കണ്ണടച്ചാള് അല്ലേ? കണ്ണടച്ചാണ്. ഇതിന്റെ സ്പെഷ്യൽ മസാല എന്നൊക്കെ പറഞ്ഞു അല്ലേ? സ്പെഷ്യൽ മസാല അതിൻ്റെ ഒക്കെ ഇത് ഒളിക്കാനേ ഉള്ളൂ. ഏതൊരു സീക്രട്ട് കൂട്ടൊക്കെ ഉണ്ടോ എൻ്റെ അടുത്ത്, അവന് പറയണില്ല. ഇതൊക്കെയാണ് ഇപ്പൊ കൂട്ടില്. ഇതൊക്കെയാണ് അല്ലേ കൂട്ട്? ഇത് പുറത്ത് പറയില്ല, അത് സീക്രട്ടാ? സീക്രട്ടാണ്. അല്ലേ? അതെന്താ വെച്ചാൽ വലിയ വലിയ കുക്കുകളൊന്നും ഓരോ രഹസ്യങ്ങൾ പുറത്തുവിടാറില്ല. ഇല്ലേ? അങ്ങനെയാണ് അതിൻ്റെ കാര്യം. വെളിച്ചെണ്ണ ഒഴിക്കാണ് അല്ലേ? നമ്മൾ വെളിച്ചെണ്ണ ഞാൻ ഈ സാധനം കൊണ്ടാണ് തരാം. ഹലോ, ഗേസ് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞു. ഇനി എന്താ ഉണ്ടാവുകയെന്ന് അറിയില്ല. അതാ വറ്റൽ മുളക് കൊണ്ടാണ് വരുന്നത്. ഇത് നിങ്ങൾ ഓർഡർ കിട്ടിയാൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കും? നാടൻ കോഴി ഞങ്ങളങ്ങനെ ഓർഡർ ഞങ്ങൾ ഇൻഷൂറുള്ള ആൾക്കാർക്ക് കൊടുക്കും. ഇൻഷൂർ ആണല്ലോ അതിന്? ഇൻഷൂർ വേണം. കഴിക്കുന്ന ആൾക്കാർക്ക്, കഴിക്കുന്ന ആൾക്ക് ഇൻഷൂർ വേണം. ഇൻഷൂർ വേണം. ഇതെന്താ ഉണ്ടാവും പാളും ഇതേ. അത് ഇങ്ങോട്ട് ചെരി കൊണ്ട് പോകണം. അവിടെ ഒക്കെ എന്ത് കഴിക്കണോ? കുറച്ച് കിട്ടാ അവിടെ ഇവിടെ അടി പിടിക്കും. അവിടെ എണ്ണല്ലേ? എണ്ണ ഒക്കെ ഇവിടെ വന്നിരിക്കണം. അല്ലടോ, അവിടെ ഒരു കല്ല് വെച്ചോടുത്താ പോലെ. ആ സൈഡിൽ കല്ല് വെച്ചോടുത്താ കുറച്ച് എണ്ണ അവിടെ ആക്കി തൂവാലും മതി. ഈ കല്ല് അതിൽ വെച്ചോടുത്തോളാം. മക്കളെ ചൈനീസ് വപ്പാണ് കേട്ടോ. അത് വെക്ക് സാധനം. ഉള്ളിട് ഉള്ളിടടാ. മക്കളെ ഏത് മോഡല്ലാന്ന് അറിയില്ല. നാടൻ കോഴി ഉള്ളി ഇതേപോലെ ഉള്ളിൽ കത്തിക്കണം അല്ലേ? അപ്പൊ ഗേസ് കണ്ടില്ലേ, ഇതേപോലെ ഉള്ളിൽ കത്തിക്കണം. ഗേസ് ചെറിയൊരു അടി ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതെന്താ ഒറിയിലെന്താ? ഇഞ്ചി വെളുത്തുള്ളിയാ? അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാട്ടോ ഇട്ട്. ഇപ്പൊ നമ്മള് വറ്റൽ മുളകും ഇട്ടു, ചെറുള്ളി ഇട്ടു, ഇഞ്ചി മുളകും, ഇഞ്ചി വെളുത്തുള്ളി അല്ലേ പേസ്റ്റ് ആക്കിയത്. നല്ലോണം ഇളക്കിയിട്ട് പച്ചമണം പോണം അല്ലേ?
ആകെ ഒരു ആന്തലാണ് ആ ഉള്ളിട്ട് പൂത്തിരി എത്തുമ്പോ അതിയോ ഈ മതി അടി പിടിച്ചില്ല കാനല്ലാത്ത ഉരുളിയാണ് സാൾട്ടാ സാൾട്ട് ഇടുന്ന രൂപ കേട്ടോ അങ്ങനെ അങ്ങനെ തന്നെ ഇടണം അല്ലേ ഇതൊരു അടി കിടക്കും സാൾട്ട് അടപ്പെട്ടത് അതെന്താ പതിരോ വറ്റൽമുളക് പൊടിച്ചത് ഇതാണ് കൂട്ട് ബാബ ചിക്കൻ കൂട്ടി പോയിട്ട് കുറേ പൊതികളുണ്ട് ഓരോ പൊതി നമ്മൾ പറഞ്ഞു തരുന്ന അത് എന്താ പൊതി ഇവനെ ഇതെന്താണ് ഇത് കൊണ്ടിടുക കൊറേ മസാലകള് ഗരം മസാല അല്ലേ ഇത് ഗരം മസാല നോക്കട്ടെ അത് ഗരം മസാല ഗരം മസാല ഇട്ടിരുന്നേ ഗരം മസാലയും മഞ്ഞൾപ്പൊടി ഉണ്ട് അതില് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയാണ് ഗരം മസാല അല്ല മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ഇട്ടത് അത് കിട്ടണേ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് കരിഞ്ഞൂലേ കരിഞ്ഞു വേണോ എന്താ നല്ല കത്തി പിടിച്ചിട്ടുണ്ടാവും അപ്പൊ എണ്ണ ഇതാക്കിട്ടുണ്ടാവും അടി കരിഞ്ഞ് ഇത് കരിഞ്ഞിട്ടില്ലല്ലോ എന്താ പിന്നെ ഇനി സാധനം ഇട്ടൂടി അതിന് അതിൽ കടന്നു വന്നോളൂടാ ഇത് ഈ സാധനം വേവാണ്ടാവും അതന്നെ ആ സാധനം ഇതിൽ ഇട്ടോളി മസാല ഇട്ടോളി പച്ചമണി ഇതിൽ പൂടാ സാധനം കുറേ നേരം കടക്കാണ്ട് നമുക്കെന്താ ഉള്ളിച്ചിക്കൻ മാറിയോ ചിക്കൻ മാറിക്കണം ആ കത്തിയില്ലേ അപ്പൊ ഇതിന്റെ പേര് മാറിക്കണം ചൈനീസ് ആയിക്കണു അല്ലേ വിചാരിച്ചേക്കാളും വലിയ ചൂടാണ് ഈ മാറായത്തോടുകാർ കണ്ണി കണ്ട മസാല ഇപ്പൊ ഇട്ടുകൂടെ പന്നി ഇട്ടത് വേണ്ട ഉപ്പാട്ടോ അപ്പൊ അതില് നാടൻ കോഴി ഇട്ടാൻ പോവാട്ടോ നാടൻ കോഴിട്ട് കുരുമുളക് പൊടി ഇട്ടു ഇപ്പൊ എന്താ ഗരം മസാല ഇട്ടൂലേ അതിന് കുറച്ച് വെള്ളം ഇതെന്താ പ്രശ്നം കാര്യങ്ങള് പച്ചവെള്ളത്തിൽ പാരാൻ പറ്റും നമുക്ക് ഇതാണ് വെള്ളം കൊണ്ട് അത് വെള്ളം ചോദിച്ചു കേട്ടോ ഇത് കുറച്ചുണ്ടായിക്കോട്ടെ മഞ്ഞ കളറാവണം അതെന്താ ചിക്കൻ മസാല അപ്പൊ ചിക്കൻ മസാല ഇട്ടോ
ഇതെപ്പോഴാ ലാസ്റ്റാ മസാല കുറച്ച് വെള്ളാക്കല്ലേ വേവൂല അത് അങ്ങനെ കറക്കലേ ഉണ്ടാവും മൂടി കേട്ടോ ഇതാണ് ഇതിന്റെ കോലം. ചെറുതായിട്ടൊന്ന് കരിഞ്ഞു ഗൈസ്. സ്പെഷ്യൽ മസാല ഇടുകയാണ്. അതിലെന്തൊക്കെയാണ് കാന്തിയ? അത് എന്താന്ന് പറയില്ല കേട്ടോ. ഓനെ പോലീസ് പൊടിക്കൂല നമ്മളൊക്കെ മരിച്ചാല് ഓലോടെ പറയുള്ളൂ. ഇത് തിന്നിട്ട് എന്തേലും പറ്റിയാല് പോലീസ് ഒന്ന് ചോദിച്ചാലുള്ള ഉത്തരവും പറയാം. മസാല അങ്ങനെ അത് ഏതായാലും ഊരാതെ കൊല്ലിട്ടോ കഴുകിയിട്ട് നാടൻ ചിക്കൻ ഉള്ളി അല്ലേ? പുള്ളിക്കോയി ഇനി വരണ്ടി വരും. അപ്പൊ ഗൈസ് നമ്മുടെ നാടൻ ഉള്ളിക്കോയി റെഡി ആയില്ലേ? നാടൻ കോഴി അല്ലേ? എന്താ പാട്? ഇതാ നമ്മള് വളമ്പാണ്. ഫൈനല് ഇനി വളമ്പൊടി ഒരു കോരി ഒരു കിട്ടു കൊടുക്കും. എന്നിട്ട് ഒരു ഷോട്ട് എടുത്ത് പൊറാട്ടിൻ എന്താ പാട്? ഞാൻ തിന്നട്ടെ കാണിച്ചുതരാം. വീഡിയോ ഒക്കെ നോക്കിട്ട് തന്നെ ബിസ്മില്ലാ. 1 2 സോഡ അടിപൊളി അടിപൊളിയാ. ചേരുവൊക്കെ സെറ്റാണ്. ഇതാണ് ഉള്ളിക്കോഴി. അടിപൊളിയാ. ഫോട്ടോ എടുത്തില്ലേ? സാധനം അടിപൊളിയായിട്ടുള്ള ഒന്നും കൂടി ഒരു പുടുത്തം പിടിക്കാം എന്നാ. സൂപ്പറാ. കഴിച്ചോളി. കാന്തിയെ ഇന്ത്യ കഷ്ണുള്ളൂടോ ചേവൻ ഗ്രേവി ആട്ടോ. ഗ്രേവി നമ്മളെ നാടൻ കോഴി. പതിരോ എന്റെ അഭിപ്രായം കിട്ടിയില്ല. അവസാനം ആ കോഴി പൊറാട്ടിന്റെ അവസ്ഥയായി. ഈ ചെക്കൻ ആള് കുഴപ്പമില്ല കേട്ടോ. കുക്കേ കുക്കിന് എന്തെങ്കിലും പറയണ്ടോ? കഴിച്ചോല അഭിപ്രായം പറയണ്ടേ? കുക്ക് അഭിപ്രായം പറയാറില്ല. കഴിച്ചോല അഭിപ്രായം പറയട്ടെ. അപ്പോൾ ഗൈസ് ഇവിടെ വീഡിയോ വേണം വൈൻഡപ്പ് ചെയ്യാണ് അല്ലേ? ഓക്കെ. അതെ നമ്മളെ നാടൻ കോഴിട്ടോ.